എല്ലാവർക്കും മോംസ് ഹെൽപ്പ് ലൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെൻസിവേരിയ സിലിൻഡ്രിക്ക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇത് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. സെൻസിവേരിയ ഫാമിലിയിൽ പെടുന്ന ഒരു പ്ലാന്റാണ്. ഞാനിതിവിടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് വളർത്തുന്നത്. പക്ഷേ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ഡോറിലും സെൻസിവേരിയാസ് വളർത്താൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സെൻസിവേരിയ സിലിൻഡ്രിക്ക എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആക്ച്വലി എൻ്റെ കയ്യിലൊരു സെൻസിവേരിയ സിലിൻഡ്രിക്ക പ്ലാന്റ് ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു പ്ലാന്റാണ്. പക്ഷേ അത് ഒരുപാട് ഹൈറ്റ് വെച്ചു. ഒരു 2.5 ഫീറ്റ് വരെ ഹൈറ്റ് വന്നപ്പോൾ അത് സൈഡിലേക്ക് ഇങ്ങനെ വളയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പ്ലാന്റ്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് കിട്ടുമല്ലോ. ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ് ഇവിടെ. ഞാൻ താമസിക്കുന്ന ഇവിടെയൊക്കെ സെൻസിവേരിയ സിലിൻഡ്രിക്ക കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് ഈസി ആയിട്ടുള്ളൊരു വഴി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇത് എങ്ങനത്തെ സോയിലിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിവേരിയ ഫാമിലിയിലുള്ള എല്ലാ പ്ലാന്റ്സും വെള്ളം വളരെ കുറവ് ആവശ്യമുള്ള ചെടികളാണ്. വളരെ കുറവ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 2 to ഇപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഈ ക്ലൈമറ്റിൽ ഞാൻ ഒരു 2 വീക്സിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു 2.5 വീക്സിലൊരിക്കലേ വെള്ളം ഒഴിക്കാറുള്ളൂ. പിന്നെ വെള്ളം പെട്ടെന്ന് ഒഴുകി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ചട്ടികളും സോയിലുമാണ്, പോട്ടിംഗ് മിക്സ്ചറുമാണ് യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിന്നിവിടെ ഒരു ഫുൾ ലെങ്ത്തിലുള്ള സെൻസിവേരിയ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 to 3 ഇഞ്ചസ് ലെങ്ത്തിൽ നമുക്ക് ഈ ഫുൾ പീസ് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത പീസിൻ്റെ ഡൗൺ പോർഷൻ, അതായത് നമ്മൾ മണ്ണിലേക്ക് നടുന്ന ആ ഭാഗം എപ്പോഴും നമ്മൾ എടുത്ത് വെക്കുമ്പോൾ താഴേക്കാക്കി തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അത് കറക്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ആവില്ല. അപ്പോൾ അത് മാറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് ഇത് നമ്മുടെ കയ്യിലുള്ള എല്ലാ പീസസും, അതേപോലെ നമുക്ക് ഈ കയ്യിലുള്ള എല്ലാ പീസസും, അതേപോലെ നമുക്ക് ഈ ഫുൾ ലെങ്ത്ത് ഉള്ള സെൻസിവേരിയ നമുക്ക് കട്ട് ചെയ്ത് 2 to 3 ഇഞ്ചസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഫുൾ ലെങ്ത്തിലുള്ള സെൻസിവേരിയ കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കി എടുക്കാം. ഇതിലുള്ള വലിയ പ്ലാന്റ് കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10 പീസസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 10 പീസസും പിന്നെ എൻ്റെ അടുത്ത് ഒരു പോർഷനും കൂടി ഉണ്ട് ബാക്കി. അതെല്ലാം ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഇനി സോയിലിൽ നടേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെയാണ് നടേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള സെൻസിവേരിയസ് എല്ലാം നട്ടിരിക്കുന്നത് സാൻഡിലാണ്. നോർമലി സെൻസിവേരിയ ഫാമിലിയിലുള്ള ചെടികൾക്ക് പെട്ടെന്ന് വെള്ളം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ട് ചെയ്യാൻ ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ഡ്രെയിനായി പോകുന്ന ടൈപ്പ് സോയിൽ വേണം നമ്മൾ സെൻസിവേരിയാസിന് യൂസ് ചെയ്യാം. അതായത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ സെൻസിവേരിയസ് ടെറാക്കോട്ട പോട്ടിൽ നടുന്നത് നല്ലതാണ്. അത് എക്സ്ട്രാ ഉള്ള വെള്ളം ആ പോട്ട് വലിച്ചെടുക്കും. അപ്പോൾ ആക്ച്വലി ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ടെറാക്കോട്ട പോട്ടല്ല. ഞാൻ നോർമലി മറ്റുള്ള എല്ലാ സെൻസിവേരിയസും നട്ടിട്ടുള്ളത് ടെറാക്കോട്ട പോട്ടിലാണ്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളത് കാരണം ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സോയിൽ മിക്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താ പറയുക, ഈസിലി വെള്ളം ഡ്രെയിനായി പോകണം, അതാണ്. പിന്നെ എന്താ പറയുക, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്യുന്ന ഡൗൺ പോർഷൻ നമ്മൾ താഴേക്കാക്കി വെക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടെന്ന്. അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് ഡൗൺ പാർട്ട് മണ്ണിൻ്റെ ഉള്ളിലേക്കും ടോപ്പ് പാർട്ട് മുകളിൽ വരുന്ന രീതിയിലും വേണം നടാൻ. അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നട്ടാലേ അത് കറക്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ആവുള്ളൂ.
നോർമലി ഇതിനൊരു റൂട്ട് വരാൻ ഒരു 3 weeks to 3.5 weeks എന്തായാലും പിടിക്കും. അപ്പോൾ ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് റൂട്ട് വന്നിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് 2 to 3 weeks ശേഷം ഞാൻ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് എക്സാക്ട്ലി എത്ര ടൈമിനുള്ളിലാണ് റൂട്ട് വന്നതെന്നുള്ളത്. സോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. കട്ട് ചെയ്ത പാർട്സ് മണ്ണിൽ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മറക്കാതെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി മറക്കാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. സി യു, ബൈ.